ഹായ് നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞങ്ങളുടെ ഇന്നത്തെ ഊണ് വിശേഷം കാണിച്ചു തരാം. സ്പെഷ്യൽ കൂണ് തോരനായിരുന്നു. ഇതേപോലത്തെ ചിപ്പിക്കൂണാണ് വാങ്ങിച്ചത്. ചിപ്പിക്കൂണ് നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ മരത്തേലുണ്ടാകുന്ന കൂണ് പോലെ എനിക്ക് തോന്നും ഇത് കാണുമ്പോൾ. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഒന്ന് വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഇതേ പിടിക്കും നമ്മൾ കഴുകിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക്. അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള പച്ചമുളക് എടുത്തു, അതും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂണ് തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. ഒരു പാനെടുപ്പ് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് പൊട്ടുമ്പോഴത്തേക്ക്, എനിക്കാണെങ്കിൽ തോരനൊക്കെ ഒത്തിരി കടുക് ഇടണം. അത് എൻ്റെ പണ്ട് മുതലുള്ളൊരു ശീലമാണ്. നന്നായിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയല്ല, സവാളയുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് അടച്ച് വയ്ക്കുക, ഉപ്പിട്ട്. എന്നിട്ട് നന്നായിട്ട് അത് ഇപ്പം ഞാൻ വെളുത്തുള്ളി ഇട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഞാൻ പച്ചമുളക് ഒത്തിരി ഇട്ടുകൊണ്ട് മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂണ് അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോഴത്തേക്ക് അതിനകത്തെ വെള്ളം തന്നെ ഇറങ്ങും. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട കൂണ് തോരൻ വെക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഇതുപോലെ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക. നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊണ്ട് പിന്നെ അരയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കിയിടാം. ഇത് കുരുമുളക് പൊടിയും പെരുജീരപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. കൂണ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണവും ആയിരിക്കും കറിവേപ്പില ഇടുമ്പോൾ. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അന്നേരം എല്ലാ മണമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം തോർത്തിയെടുക്കാം. 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്തില്ല കൂണ് തോരൻ വയ്ക്കാൻ. എന്നിട്ട് ഇനി ഞങ്ങൾ ചോറ് വിളമ്പുന്ന സമയമായിട്ട് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ കൂണ് തോരൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂണ് തോരൻ. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന ഈ മഴക്കൂണുണ്ടല്ലോ, അതിൻ്റെ ആ ടേസ്റ്റ് വരത്തില്ല, എന്നാലും ഇഷ്ടമാണ്. എന്നിട്ട് പിന്നെ ഉള്ളത് സാമ്പാറായിരുന്നു കേട്ടോ. രാവിലത്തെ സാമ്പാറുണ്ട്, ഉപ്പും മാങ്ങയുണ്ട്.